ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഷെയർ ട്രേഡ് ചെയ്യാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഗുഡ് ന്യൂസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ത്യസ് മോസ്റ്റ് അവൈറ്റഡ് IPO NSDL നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് അവർ IPO അനൗൺസ് ചെയ്തിരിക്കുകയാണ്. 411.6 കോടി രൂപയ്ക്കാണ് അവർ IPO അനൗൺസ് ചെയ്തിരിക്കുന്നത്. 760 തുടങ്ങി 800 രൂപ വരെയാണ് അവർ പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത്. അവർ ഒരു ലോട്ട് എന്ന് പറയുന്നത് 18 ഷെയറാണ്. അപ്പോൾ കട്ട് ഓഫ് പ്രൈസ് ആയിട്ടുള്ള 800 രൂപയിൽ നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 14,400 രൂപയ്ക്ക് നമുക്കൊരു ലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഷെയർ ട്രേഡിംഗ് അക്കൗണ്ടുള്ള ആർക്കും അവരുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ട് വഴി ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ജൂലൈ 30 തുടങ്ങി ഓഗസ്റ്റ് 1 വരെയാണ് ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ദിവസങ്ങൾ പറയുന്നത്. ഓഗസ്റ്റ് 1 അത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ NSDL കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യാസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡെപ്പോസിറ്ററി സർവീസസ് ആണ് ഇത്. ഇന്ത്യാസ് ഫസ്റ്റ് സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി സർവീസസ് ആണ് NSDL എന്ന് പറയുന്നത്. 1996 നവംബറിലാണ് ഇവരുടെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തത്. ഇവരുടെ ഇൻ ടേംസ് ഓഫ് മാർക്കറ്റ് ഷെയർ ആയാലും ഡിമാറ്റ് വാല്യൂ ആയാലും സെറ്റിൽമെൻറ്റ് വോളിയത്തിലായാലും വാല്യൂ ഓഫ് അസറ്റ് ഹെൽഡ് അണ്ടർ കസ്റ്റഡിയിലായാലും ഇവരാണ് ബിഗ്ഗസ്റ്റായിട്ട് ഇന്ത്യയിൽ നിലകൊള്ളുന്നത്. ഇവരുടെ കോർ സർവീസ് എന്ന് പറയുന്നത് ഡിമാറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫിസിക്കൽ ഷെയർസിനെ ഇലക്ട്രോണിക് ഷെയർസാക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഡിമാറ്റലൈസേഷനാണ് ഇവരുടെ കോർ സർവീസിൽ ആദ്യത്തെ വരുന്നത്. രണ്ടാമത്തത് ട്രാൻസ്ഫറിങ് ഓഫ് ഷെയർസ് ഫ്രം വൺ അക്കൗണ്ട് ടു അതർ അക്കൗണ്ട് ആൻഡ് ഇൻ്റർ DP ട്രാൻസ്ഫേഴ്സ് ഓൾസോ ദേ ആർ ഡൂയിങ് ട്രേഡ് സെറ്റിൽമെൻ്റ് ഉണ്ട്. ഓരോ ദിവസവും സ്റ്റോക്ക് എക്സ്ചേഞ്ച് നടക്കുന്ന ട്രേഡിൻ്റെ സെറ്റിൽമെൻറ്റ്സിന് ഇവർ സഹായിക്കുന്നുണ്ട്. പ്ലെഡ്ജിങ്, കോർപ്പറേറ്റ് ആക്ഷൻസ്, പിന്നെ അസറ്റ് സർവീസിങ്, വോട്ടിങ്, കൺസോളിഡേറ്റഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ വരുന്നത് അതുകൂടാണ്ട് NDU, ഇതെല്ലാം തന്നെ ഇവർ തരുന്ന സർവീസുകളാണ് നമുക്ക്. NSDLും CDSL അങ്ങനെ 2 ഡെപ്പോസിറ്റ് സർവീസാണ് ഇന്ത്യയിലുള്ളത്. ഒരു ഡ്യുവോപോളിയാണ് ഇന്ത്യയിലുള്ളത്, NSDLും CDSL ഓൾറെഡി ലിസ്റ്റഡ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അവർ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് 1616 രൂപയാണ്. അവർ 52 വീക്ക് ഹൈ എന്ന് പറയുന്നത് 1989 രൂപയാണ്. 52 വീക്ക് ലോ എന്ന് പറയുന്നത് 1047 രൂപയാണ്. അപ്പോൾ CDSL ഓൾറെഡി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റഡ് ആണ്, റിഡെയിൽഡ് ആണ്. അതുപോലെ NSDLും ലിസ്റ്റിംഗ് ആവാൻ പോവുകയാണ്. അപ്പോൾ NSDLും CDSLും തമ്മിലുള്ള ചെറിയൊരു കമ്പാരിസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ NSDLിൽ ഡിമാറ്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിമാറ്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് 39.45 മില്യനാണ്. ഇത് തന്നെ CDSL നോക്കുകയാണെങ്കിൽ 152.98 മില്യനാണ് വരുന്നത്. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് NSDL നോക്കുകയാണെങ്കിൽ 294ആണ്, CDSL 574 ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്. ഇത് തന്നെ DP സർവീസ് സെൻറ്റർ നോക്കുകയാണെങ്കിൽ 65,391 NSDLിനുള്ളത്. CDSL 18,918 ഉള്ളത്. ഇപ്പോൾ അവരുടെ ഗ്രോത്ത് പാർട്ട് നോക്കുകയാണെങ്കിൽ NSDL നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫിനാൻഷ്യൽ ഇയർ 2024-25 നോക്കുകയാണെങ്കിൽ അവർ 12% റവന്യൂ അധികം ഗ്രോത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 1535 കോടി രൂപയാണ് അവർ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെ വിത്ത് നെറ്റ് പ്രോഫിറ്റ് ഓഫ് 343.12 കോടി രൂപയാണ്. അതായത് 25% നെറ്റ് പ്രോഫിറ്റ് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയാണ് NSDLനെ കുറച്ച് ചെറുതായിട്ടൊന്ന് ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. ഡ്യുവോപോളിയാണ്. ആകെ NSDLും CDSLും മാത്രമേ ഉള്ളൂ. CDSL ഓൾറെഡി ലിസ്റ്റഡ് ആണ്, നല്ല പെർഫോമൻസും അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ NSDLും പെർഫോമൻസിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഷെയറാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ കട്ട് ഓഫ് റേറ്റിൽ തന്നെ അപ്ലൈ ചെയ്യുക എല്ലാവരും. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും അപ്ലൈ ചെയ്യുക, നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക, ലിസ്റ്റിംഗ് ഗെയിൻ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. താങ്ക് യു.